ഹായ് ഓൾ. ഇന്നത്തെ റീഡിങ്ങിൽ കാണാൻ പറ്റുന്നത് നിങ്ങളിലുള്ള ബാഡ് കർമാസ് എല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന സമയമായിട്ടാണ്. ഇവിടെ കാണാൻ പറ്റുന്ന നിങ്ങളെല്ലാം ഒരു ഓൾഡ് സോളാണ് എന്നാണ് കാണാൻ പറ്റുന്നത്. ഇത് നിങ്ങളുടെ കാർമികമായിട്ടുള്ള ഡെപ്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വന്നിട്ടുള്ള ഒരു ബർത്ത് ആയിട്ടാണ് ഇവിടെ കണക്റ്റായി വരുന്നത്. അതിനാൽ തന്നെ ധാരാളം അവഗണനകളും പെയിൻഫുൾ സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങളൊരു പുതിയ ജന്മത്തിലേക്ക് തന്നെ മാറ്റപ്പെടുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു പ്യൂർ സോളായിട്ട് നിങ്ങൾ പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ദൈവഹിതം അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം ഡിവൈൻ തരും എന്നാണ് കാണാൻ പറ്റുന്നത്. ഒരു വലിയ ചുമതലയാണ് നിങ്ങളെ ഡിവൈൻ ഏൽപ്പിക്കാൻ പോകുന്നതെന്ന് കാണുന്നുണ്ട്. ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ആ കർത്തവ്യം നിങ്ങൾ വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ എല്ലാം നിങ്ങൾ നോക്കിക്കണ്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് കാണുന്നുണ്ട്. ഒത്തിരി പേർക്ക് ഗൈഡൻസ് നിങ്ങൾ കൊടുക്കും. അതുപോലെ നിങ്ങളുടെ പ്രവൃത്തിയിൽ പൂർണ്ണ ശുദ്ധതയും ദൈവികതയും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളിൽ ധാരാളം മാജിക്കൽ പവർ ഉണ്ട്. വെല്ലുവിളിയിലേക്ക് അടിച്ചമർത്താനും അതിജീവിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും. ഈ മേഖലയിൽ നിങ്ങൾക്ക് വലിയൊരു വിജയം തന്നെ ഉണ്ടാകും. ആളുകൾ നിങ്ങളെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യും എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നിങ്ങളുടെ തന്നെ പാഷൻ ആയതിനാൽ തന്നെ പൂർണ്ണമായി നിങ്ങൾക്ക് സാറ്റിസ്ഫിക്കേഷൻ കിട്ടുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇമോഷണലി ഒത്തിരി ഡൗൺ ആയി പോയവരെയും വളരെയധികം കെയറോടുകൂടി നിങ്ങൾ കൈപിടിച്ച് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. പല സാഹചര്യങ്ങളിലൂടെയും കഠിനമായ വേദന അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങ് ആകും. നിങ്ങൾ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഡിവൈനുമായി കൂടുതൽ അടുക്കാനും നിങ്ങളുടെ സോളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയുന്ന രീതിയിൽ നിങ്ങൾ സ്പിരിച്വലി അപ്ഗ്രേഡ് ആകപ്പെടും എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ എത്ര ഏജ് ഉള്ളവരായിരുന്നാലും നിങ്ങൾക്ക് യൂത്ത്ഫുൾ എനർജി എല്ലായ്പ്പോഴും കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയൊക്കെ യങ്സ്റ്റേഴ്സിനെ പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഉള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിക്കുന്നതായിട്ടും എല്ലാവരോടും സ്നേഹം പകർന്നു നൽകാൻ കഴിയുന്നതായിട്ടും ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ പറ്റും. വളരെയധികം പക്വതയുള്ളൊരു സ്പിരിച്വൽ പേഴ്സണായി തന്നെ നിങ്ങൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു സ്പിരിച്വൽ പാർട്ട്ണറെ കണ്ടുമുട്ടുകയും അവരെ നിങ്ങൾക്ക് ഈ യാത്രയിൽ ഒത്തിരി സഹായം ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്.